KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ച് നടത്തിയ ടെക്നിക്കൽ കോൺക്ലേവ് സമാപിച്ചു. സമാപന സമ്മേളനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ച് നടത്തിയ ടെക്നിക്കൽ കോൺക്ലേവ് സമാപിച്ചു. ശ്രീനാരായണ സമുച്ചയത്തിൽ നടന്ന സമാപന സമ്മേളനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ചൂടുള്ള കാലാവസ്ഥയിൽ പോലും നല്ല ചൂടെടുത്തുകൊണ്ട് ആൾക്കാർ ജീവിക്കുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. കറണ്ട് ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാലഘട്ടം. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്ന് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ നമുക്കറിയാം ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ നമുക്ക് സൃഷ്ടിക്കുക, പ്രത്യേകിച്ച് എല്ലാ വീടുകളും വൈദ്യുതീകരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് എത്തിച്ചേർന്നപ്പോൾ ആ തരത്തിലേക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈ വകുപ്പ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമുക്കറിയാം മഴ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരേണ്ടുന്ന അവസ്ഥ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. കോൺക്ലേവിൽ വിജയികളായ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. KCB മുൻ CMD ബിജു പ്രഭാകർ മുഖ്യ പ്രഭാഷണം നടത്തി. KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ചെയർമാൻ S സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി M മുഹമ്മദ് റാഫി, പ്രസിഡന്റ് G ഷാജ് കുമാർ, സെക്രട്ടറി അമൽ അശോക് തുടങ്ങിയവർ സംസാരിച്ചു. KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കുന്ന പൊട്ടൻഷ്യ 2025 പ്രദർശനം ഇന്ന് സമാപിക്കും. ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 35 സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരുക്കിയിരുന്നത്. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, KMML, വിവിധ എഞ്ചിനീയറിംഗ് കോളേജ്, ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനികൾ, വിവിധ സ്വകാര്യ സോളാർ ഏജൻസി യൂണിറ്റുകൾ, EV ചാർജർ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. ACV ന്യൂസ്, കൊല്ലം.